ഹായ്. അതെ, പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചു. അതായത് പ്രവാസികൾക്ക് എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ. ചോദിച്ചതുകൊണ്ട് എൻ്റെ അഭിപ്രായവുമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേ അധികവും കാണുന്നതാണ് ഈ നമ്മുടെ ഇവിടെ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെയാണല്ലോ. ജൂലൈ ആ സമയത്താണ് വെക്കേഷൻ തുടങ്ങുക. കാരണം ചൂട് അത്ര അധികം ആയതുകൊണ്ട് ഒരു കാർട്ടിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകണം, വലിയ കാർട്ട്. അതിൽ ആളുകൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. കാണുമ്പോഴേ അറിയാം ഇവിടെ വർക്ക് ചെയ്യാമെന്ന വർക്കേഴ്സ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതിനകത്ത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ഒരു രീതികളും ഒക്കെ കാണുമ്പോൾ. വലിയ വലിയ ബോക്സസ് ഓഫ് ചോക്ലേറ്റ്സ് ആണ് അവരെടുത്തിടുന്നത്. കുറേ ഇടും ചോക്ലേറ്റ്. പിന്നെ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിരിക്കുന്ന പൗഡറില്ലേ, ടാൽക്കം പൗഡർ, പിന്നെ ക്രീംസ്, എന്തൊക്കെയാണ്, പിന്നെ പെർഫ്യൂംസ്. അയ്യോ മൈ ഗോഡ്, ആ പെർഫ്യൂംസൊക്കെ ഇങ്ങനെ വാരി വാരിയാണ് ഇടണത്. നോക്കുമ്പോൾ അവരുടെ ഒരു അത്രയും സാധനം ആ കാർട്ടൺ ബോക്സിലിരിക്കുന്ന, ആ കാർട്ടിൽ ഇട്ടേക്കുന്ന സാധനം ഞാനൊരു മനക്കണക്ക് കൂട്ടി നോക്കിയിട്ട് തന്നെ ഒരു നല്ല ഒരു എമൗണ്ട്, ഒരു 3000-4000 ദിർഹം, ഒരു 80,000 രൂപയുടെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തുണിത്തരങ്ങളൊക്കെ ഉണ്ട് ലുലുവിൽ. ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്തു ഒരു ചേട്ടന്. തമിഴാണെന്ന് തോന്നുന്നു. അധികം കന്യാകുമാരി ആ തമിഴ് ആ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ അവരുടെ പുറകിൽ ഇങ്ങനെ ഞാൻ ചെന്നു, ഇന്നും അറിയാത്ത പോലെയൊക്കെ പോയി നിന്നപ്പോൾ ഈ ബില്ല് ഞാൻ കണ്ടതാണ്. ഡേറ്റ്സ്, നട്ട്സ്, പിന്നെ ഇതുപോലെ പൗഡർ ടിന്ന്, അങ്ങനെ സോപ്പ്. അയ്യോ മൈ ഗോഡ്, സോപ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ്. എത്ര ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചേക്കുന്ന സോപ്സ്. ഇതൊക്കെ അവരുടെ വീട്ടിലേക്ക് ഒരു 2 വർഷത്തേക്കുള്ള സാധനങ്ങൾ ആ വീട്ടിൽ അവർ നടത്തുന്ന വീട്ടിലേക്കുള്ളതാണെങ്കിലും ഓക്കെ. പക്ഷെ ഞാൻ ഊഹിക്കുന്നത് ഇതെല്ലാം അയൽപക്കക്കാർക്കും ഫ്രണ്ട്സിനും പിന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഇങ്ങനെ അവർ വിസിറ്റ് ചെയ്യില്ലേ, അവർക്ക് കൊടുക്കാനായിരിക്കാം ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ അനുമാനിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന പ്രവാസികൾ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന പ്രവാസികൾ, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് ഫസ്റ്റ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന സാധനം, എന്തെങ്കിലും ഒരു സ്വീറ്റ് വാങ്ങിച്ചിട്ട് ഒരു 2-3 പാക്കറ്റ് മിഠായികളില്ലേ, മറ്റേ ടോഫീസ്, അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ ആയിട്ട് കൊടുക്കൂ. ഇത്രയും മാത്രം നിങ്ങളിവിടെ ഈ മണലാരണ്യത്തിൽ കിടന്ന് പണിയെടുത്തിട്ട് അതും 2 വർഷം കൂടുമ്പോൾ പോകുന്നതൊക്കെ ആയിരിക്കും. അപ്പോഴാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോവുക. ചിലർ ഗാഡ്ജറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണുന്നുണ്ട്. ചിലർ മച്ചാന്, അതായത് അളിയന്മാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നു. ചിലർ പെങ്ങന്മാർക്ക് സ്വർണം വാങ്ങിക്കുന്നു, ഭാര്യമാർക്ക് വാങ്ങിക്കുന്നവരുണ്ട്. അത് ഓക്കെ, സ്വർണം ഭാര്യമാർക്ക് കൊണ്ട് കൊടുക്കുന്നത് ഓക്കെയാണ്. ഞാനത് എപ്പോഴും ശരി, നല്ലതെന്നേ പറയുള്ളൂ. അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് ഒരു പൈസ അയക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്കത് പണയം വെച്ചിട്ട് കാര്യങ്ങൾ നടത്താം, അല്ലേ? സാധാരണക്കാരല്ലേ? അപ്പോൾ പ്രവാസികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഷോപ്പിംഗ് ചെയ്തിട്ട് കൊണ്ടുപോയി വിതരണം ചെയ്യുന്നത്. ഇന്നും ഉണ്ടെന്നേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ആർക്കാണ് നമ്മൾ ഈ കൊണ്ടുപോകുന്ന പൗഡർ ടിന്നും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കോടൊക്കെ ഇത്രയും ആഗ്രഹമുള്ളത്? എനിക്ക് തോന്നുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അവർ വാങ്ങിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഇപ്പം എറണാകുളത്തും അതുപോലെ ട്രിവാൻഡ്രത്തും ഒക്കെ ലുലു ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഈ ലുലുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങളെല്ലാം തന്നെ അവിടെയും കിട്ടുന്നുണ്ട്. സോ ആളുകളുടെ ആവശ്യത്തിനുള്ളത്, ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ വാങ്ങിക്കുന്നത് ഇതൊന്നുമല്ല, വിക്സ് സോപ്പൊക്കെ വാങ്ങിക്കും, ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കും, വിക്സിൻ്റെ വലിയ 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 വിക്സിൻ്റെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുക്കുക. അമ്മയച്ഛനൊക്കെ അത് യൂസ് ചെയ്യും കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് യൂസ് ആകും അത്. ഞാൻ അമ്മച്ചിക്കും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഈ ഒരു പച്ചക്കളറിലെ ലിക്വിഡ് ഉണ്ടല്ലോ, അമ്മ അതിൻ്റെ ഒരു വലിയ ആരാധികയായിരുന്നു. പണ്ട് മസ്കറ്റിൽ നിന്നൊക്കെ ഞങ്ങളുടെ കസിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഭാസിച്ചേട്ടനൊക്കെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം ചെറിയ ഒരു ഇങ്ങനത്തെ തലവേദനയ്ക്ക്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഒരു ചെറുതായിട്ട് അങ്ങനെ കുഞ്ഞായിട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റായിട്ട് ഈ പ്രവാസി പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഒരു വലിയ കവറിൽ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ കവറിൽ ഇതിങ്ങനെ വാരിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു. അത് ചെയ്യരുത്. നിങ്ങളുടെ വെൽത്ത് ഇറോഡാകും നിങ്ങളറിയാതെ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾ നല്ലവരാകണ്ടെന്നല്ല, കൊടുത്ത ആർക്കും നന്മമരാകാനൊന്നും പറ്റില്ലെന്നേ. നമ്മൾക്ക് ഉണ്ടെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക്
ഇങ്ങനെ ആവശ്യങ്ങൾ വരില്ലേ? അപ്പം നമ്മളുടെ ബാങ്കിലുള്ള പണമല്ലേ നമ്മളെ സേവ് ചെയ്യുക? അതോ ഇവർ കൊടുത്തവർ വല്ലപ്പോഴും കൊണ്ടുതരുന്ന മിഠായി മതിയോ നമ്മുടെ വീട്ടിലേക്ക്? പോരാ അല്ലേ? അപ്പോൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ചെയ്യാം, ഒരു സന്തോഷം കാണിക്കാൻ കുറച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഒരുപാട് വാങ്ങിച്ച് ഈ പെർഫ്യൂംസും അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പണം കളയരുത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ആ പണത്തെ നിങ്ങൾ സേവ് ചെയ്യുക. അത് നിങ്ങൾ സ്വർണ്ണമായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ കഴുത്തിലൊരു മാല ഇട്ടിട്ട് കൊണ്ടുപോയിക്കോളൂ. എന്ത് പറയുന്നു പ്രവാസികളെ? അപ്പോൾ ഈ 2000 കേട്ടോ. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. 2000 ആ സമയത്ത് 2006 അങ്ങനെ എങ്ങാണ്ടുള്ള സമയത്താണ്, 2009 തോന്നുന്നു സെബി വരുന്നത്. അതിനു മുമ്പ് ഇതിലെ ഈ ഷെയർ മാർക്കറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു 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 യൂണിറ്റാണ് സെബി അല്ലേ. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വഴി SIP വഴി, SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റായിട്ട് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാം 500 രൂപയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യം എനിക്കില്ല 25 വർഷം മുമ്പ്. പക്ഷേ ഞാൻ മാഗസിൻസ് വാങ്ങിക്കും എന്ന് പറഞ്ഞില്ലേ, എല്ലാ സമ്പാദ്യം എന്ന് പറഞ്ഞ മാഗസിൻ വാങ്ങിക്കും, പിന്നെ ഇക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പർ വാങ്ങിക്കും. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഒക്കെ നോക്കി 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 വായിച്ച് വെക്കുമ്പോൾ അതിലാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ അതിൽ ഞാൻ ഒരു ദി വീക്ക് എന്ന് പറഞ്ഞ മാഗസിനില്ലേ, അതിൻ്റെ പുറകിൽ ദ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐൻസ്റ്റീനെ പോലെ ഇരിക്കണ ഒരു സായിപ്പിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ആ കുഞ്ഞു കുഞ്ഞു ഇതും ഞാൻ വായിച്ചു നോക്കി. ആ സമയത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കൊട്ടിവാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെന്നൈയിൽ. അവിടെ ആക്സിസ് ബാങ്കിൻ്റെ ബ്രാഞ്ച് വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ദാറ്റ് വാസ് ദ ടൈം വെൻ ഐ വാസ് ഓൾസോ ഇൻ മൈ പ്രൈം ഏജ് അല്ലേ. നന്നായി മേക്കപ്പ് ചെയ്യും, നന്നായി ഡ്രസ്സ് ചെയ്യും, നല്ല വൃത്തിയായിട്ടാണ് ചെല്ലുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടി എന്നെ വിളിച്ചിട്ട്, ചേച്ചി മലയാളി അല്ലേ, ചേച്ചി എന്തൊരു അട്രാക്റ്റീവായിട്ടാണ് വരുന്നത്, അനസൂയ കേൾക്കുന്നുണ്ടാകും. എനിക്ക് അനസൂയ പറഞ്ഞ വാക്കുകൾ എന്തൊരു പ്രചോദനമായിരുന്നെന്നറിയോ. അപ്പം ഞാൻ വിചാരിച്ചു, ഡ്രസ്സ് ചെയ്യുന്നതിലുണ്ടല്ലോ. കാരണം ഞാൻ കോർപ്പറേറ്റിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ മീറ്റിങ്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ പറയുന്നത് ആളുകൾ കേട്ടിരിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രസൻറ്റ് ആർസെൽസ് വെൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആഴ്ചയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകും, മുടിയൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്യും. ഞാനീ പറയുന്നത് 2000s കാര്യമാണ് കേട്ടോ. എവറിത്തിങ് വാസ് എക്സ്പെൻസീവ്. കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഗ്രൂമിംഗ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊരു അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഡയറിയിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും, ഗ്രൂമിങ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു. കാരണം ആദ്യത്തെ 10 വർഷങ്ങളിൽ എനിക്ക് പണമില്ലായിരുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 വർഷം വളരെ ബുദ്ധിമുട്ടി. ആ എൻഡും ഈ എൻഡും മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പിന്നീടാണ് എനിക്ക് കോർപ്പറേറ്റ് ജോബായിട്ട് വന്നപ്പോഴാണ് ഒരു ഫേമിൽ ജോലി കിട്ടിയപ്പോൾ മുതൽ നമുക്കറിയാമല്ലോ ഇത്ര വരും എന്നുള്ളത്. അങ്ങനെ ഐ യൂസ് ടു പ്ലാൻ. അപ്പോൾ ഇതിന് 500 രൂപയാണ് അതിന് SIP എന്ന് പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ അനസൂയയോട് ചോദിച്ചു, കുട്ടിയുടെ പേര് അനസൂയ എന്നാണ്, ഇതെന്താണ് എങ്ങനെയാണ്? അപ്പോൾ ആ കുട്ടിക്ക് അന്ന് അവരും ഭയങ്കര യങ്ങാണ്. എന്നാലും പറഞ്ഞു, ചേച്ചി ഇതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫണ്ടിൽ ഇങ്ങനെ കിടക്കും, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കത് കോമ്പൗണ്ട് ചെയ്ത് ഒരു എമൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന്. ശരി 500 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് അവിടെ സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ്. കാരണം ഈ പുതിയ ബാങ്കുകളൊക്കെ അന്ന് അങ്ങനെയല്ലേ വന്നിട്ടുള്ളൂ. നമ്മൾ ECS കൊടുക്കാൻ പറ്റും, എഴുതി കൊടുത്താൽ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്കിൽ നിന്ന് പോയിക്കോളും. സോ ഐ സ്റ്റാർട്ടഡ് ഇറ്റ്. ആ സമയത്ത് തുടങ്ങി. പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ എല്ലാവരും ആസ് ഏർലി ആസ് പോസിബിൾ ഇതൊക്കെ തുടങ്ങുക. പ്രവാസികൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇടാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു പറ്റുമെന്നാണ്. അല്ലെങ്കിൽ വൈഫിൻ്റെ പേരിൽ തുടങ്ങാമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരുപാട് 50 വയസ്സുകളിലൊക്കെ എത്തിയ ആൾക്കാരാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കൂ, ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് ഞാൻ ഇടേണ്ടതെന്ന് ചോദിക്കൂ കേട്ടോ. പിന്നെ അത് എനിക്ക് എൻ്റെ ഞാൻ 2ാമത്തെ വീട് വാങ്ങിച്ചപ്പോൾ, മദ്രാസിലുള്ള വീട് വാങ്ങിച്ചപ്പോൾ ക്യാഷ് ക്രഞ്ച് വന്നു എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് മറന്നിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, എല്ലാ മാസവും ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ കുറേ വർഷമായിട്ട്. നിങ്ങൾ വിശ്വസിക്കില്ല, അത് എമൗണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ചേച്ചി എക്സാജറേറ്റ് ചെയ്യണമെന്ന്. ഏകദേശം 2.5 ലക്ഷം രൂപയോളം കിട്ടി എനിക്ക്. അത് ഏത് വകുപ്പാണോ എങ്ങനെയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ 500 എന്നുള്ളത് 1000 ആക്കിയായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ ആ കണക്കൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എനിക്ക് 2.5 ലക്ഷം രൂപ ആ SIP സറണ്ടർ ചെയ്ത് റിഡീം ചെയ്തെടുത്തപ്പോൾ എനിക്ക് കിട്ടി. 10-15 വർഷം എടുത്തിട്ടുണ്ടാവും ഞാനത്. സോ അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് പൊങ്ങി വരും, നമുക്ക് കിട്ടും.
കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഇപ്പോഴും ഞാൻ SIP ചെയ്യുന്നുണ്ട് കേട്ടോ. അത് റിവീൽ ചെയ്യണതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. 5000 റുപ്പീസ് വെച്ചിട്ട് ഇപ്പോഴും ഒരു SIPയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇതുപോലെ എടുക്കും. ഞാൻ അപ്പോഴേ പോയി നോക്കുകയുള്ളൂ. എല്ലാവർക്കും 5000 EMI വെച്ച് ECS വെച്ച് പോകാൻ പറ്റാത്ത ആൾക്കാർ ചെറിയ എമൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും തുടങ്ങിക്കോ. ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ ചെറുത്. പിന്നെ ഈ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവാസികൾ തുടങ്ങില്ലേ, അതിലെന്താ ഒരു കുഴപ്പമെന്ന് അറിയാവോ? നമ്മൾ പെട്ടെന്ന് എടുത്തത് വലിയൊരു 24 മാസം 48 മാസം അങ്ങനെയുള്ള ചിട്ടികൾ പെട്ടെന്ന് എടുത്ത് നമ്മൾ ചിലവാക്കി കളയും. അതിലും നല്ലത് ലോങ് ഡ്യൂറേഷനിലുള്ള KSFEയുടെ പ്രവാസി ചിട്ടികൾ, അതൊക്കെ നല്ലതായിരിക്കും. ഡു സംതിങ് ലൈക്ക് ദാറ്റ്. എപ്പോഴും സേവ് ചെയ്ത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണ പോലെ. ഇപ്പം ചിട്ടിയൊക്കെ ആകുമ്പോൾ അതിനകത്ത് തന്നെ ഉള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. കുറച്ച് കൊടുത്താൽ മതി, പിന്നെ അതിൻ്റെ വിലക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് വളരെ റുഡിമെൻ്ററി ആണ് അതൊക്കെ. പക്ഷേ ഷെയർസിലൊക്കെ ഇട്ടിട്ട് ഇപ്പം ചൈന ആയിട്ടുള്ള ട്രേഡ് വാർ, ഇന്ത്യ ആയിട്ട് ട്രേഡ് വാർ, ട്രംപിൻ്റെ ഇത് കാരണം എല്ലാം ഇങ്ങനെ ആടുന്നു. അതൊക്കെ കാരണം നമുക്ക് അത്രയൊന്നും ഫിനാൻഷ്യൽ നോളജ് സ്ത്രീകൾക്ക് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുന്നവരുണ്ട് കേട്ടോ, ഇക്കണോമിക് വിദഗ്ധകളായിട്ടുള്ള എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ദേ മൈറ്റ് ബി ഡൂയിങ് ബെറ്റർ ദാൻ അസ്. പക്ഷേ നമ്മളുടെ ചെറിയ ഒരു ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബുദ്ധിയാണ് ഞാനീ പറഞ്ഞത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടോ. പിന്നെ പ്രവാസികളെ പറ്റി പറയുമ്പോൾ ഞാനൊരു കഥ കൂടെ പറഞ്ഞോട്ടെ. ഒരു കഴുത കുറേ ഐഡൽസിലെ നല്ല ഭംഗിയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മുതലാളിയാണ് കഴുതയുടെ. അപ്പോൾ ആ കഴുതയുടെ പുറത്ത് രണ്ടും തൂക്കിയിട്ടിട്ട് ഇങ്ങനെ വല കൊണ്ടുള്ള സഞ്ചിയിൽ തൂക്കിയിടും ഈ വിഗ്രഹം പറഞ്ഞാൽ ഈ കളിമൺ വിഗ്രഹങ്ങൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് കാണാനായിട്ട് കുട്ടികളും ആൾക്കാരും ഒക്കെ ഈ കഴുതയ്ക്ക് ചുറ്റും കൂടും മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ. അത് അങ്ങനെ ആകുമ്പോൾ കഴുത ഭയങ്കര ഗമയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ സമയമുണ്ടെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് താഴെ ഇത് ഇറക്കി വെച്ചിട്ട് കഴുത അവിടെ കിടക്കും. ആ സമയത്ത് കഴുതയെ ആരും മൈൻഡ് ചെയ്യില്ല. ഇത് വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് നടക്കുന്ന സമയത്ത് കഴുതയുടെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരിക്കും. ബാക്കിയുള്ള 1 or 2 ചിലപ്പോൾ അതിനെന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ഇയാൾ താഴെ ഇരുന്ന് പെയിൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കഴുതയുടെ പുറത്തൊന്നും കാണില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും ഇയാളുടെ അടുത്ത് വന്ന് നിൽക്കും, ഈ മെർച്ചൻറ്റിൻ്റെ. കഴുതയെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ കഴുത എന്ത് ചെയ്തെന്നറിയാം, വന്ന് നിൽക്കുന്ന അതിന് അറ്റൻഷൻ കിട്ടാനായിട്ട് ഒരു തൊഴി വെച്ച് കൊടുക്കും. ഇത് ആ വിഗ്രഹവും ഉടഞ്ഞു പോകും. ഈ കുട്ടികളും അതിനെ കല്ലെറിയൊക്കെ ചെയ്യും, അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രവാസികളെ പറ്റി ഞാനിത് പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ, ഇതില്ലാതെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടിയേക്കാൻ സാധ്യത കുറവാണ്. ഈ പൊതിയായിട്ട് ചെല്ലും. അപ്പോൾ ആളുകൾ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല എന്ന് വരും. കഴുതയുടെ ഒരു സ്ഥിതിയൊക്കെ വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അത് നിങ്ങൾക്കത് ഏക്കരുത് കേട്ടോ. അതിനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ്. കയ്യിൽ പൊതിയുണ്ടോ എന്ന് നോക്കുന്ന ലോകമുണ്ട് ഇപ്പോഴും. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അല്ലേ. സോ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ കഥ പറഞ്ഞേ ഉള്ളൂ. ഇത് കഥകളിലൂടെ പറയുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രവാസികളായ നിങ്ങളെ കഴുതിയാക്കിയെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാനും പ്രവാസിയാണല്ലോ. ഞാൻ പറയുന്നത്, ഞാനൊന്നും പൊതി കൊണ്ടുപോകാറില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ചിലപ്പോൾ എൻ്റെ കസിൻസിനൊക്കെ എന്തെങ്കിലും ഇതുപോലെ ഈ വല്ല തൈലോ അങ്ങനെയൊക്കെ ഇവിടെ കിട്ടണ നല്ല ഭംഗിയുള്ള നല്ല ഇഫക്റ്റീവായിട്ടുള്ളതൊക്കെ കിട്ടുമല്ലോ പല രാജ്യത്തു നിന്ന് പറഞ്ഞാൽ, അതെന്തെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നല്ലാതെ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടിയേ ഇല്ല എനിക്ക്. ഞാനതിന് എഗൻസ്റ്റും ആണല്ലോ. പിന്നെ ഞാൻ എന്തിനത് ചെയ്യണം? അധികവും ഈ വിക്സും തൈലവും ഒക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ചിലപ്പോൾ സോപ്പൊക്കെ കൊണ്ട് കൊടുക്കും. അമ്മച്ചിയും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കില്ല. എല്ലാം അവിടെ ഒരു പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ മുകളിൽ വെറുതെ ആ വിക്സും അതൊക്കെ ഇല്ല, പൊട്ടിക്കാതെ വലിയ വലിയ ബോക്സസ്. ഞാൻ ഒരു കൊല്ലം മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല മാവേലിക്കരയ്ക്ക്. അപ്പം ഞാൻ പെരുമ്പാവൂർ വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ കൊറിയർ അയച്ചു വിട്ടു. 800 രൂപ കൊറിയർ ചാർജ് തന്നെയായി. അത്ര ഉണ്ടായെന്നും ആണ് ഞാൻ പറയുന്നത്. അത് പിന്നത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അത് അവിടെ അങ്ങനെ മുകളിലും അവിടെ ഇവിടെയൊക്കെ പൊടി പിടിച്ച് ഇങ്ങനെ തട്ടിൽ കിടക്കണോ. നമ്മളിവിടെ ഇത്രയും പൈസ കൊടുത്ത്, അതായത് ഇതില്ലേ പെയിൻറ്റ് റബ്ബ്, പിന്നെ ഇങ്ങനെ സ്പ്രേ, വിക്സ്, പിന്നെ കുറേ സെൻസോഡൈൻ്റെ ടൂത്ത് പേസ്റ്റ്, ഇതൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നു. മറന്നുപോയതായിരിക്കാം, അല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് പിന്നെ അതിനൊരു മീച്ചില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. ബിക്കോസ് ഇത് പണമാണത് ആരുടെ ആണെങ്കിലും. അമ്മയോടും ഞാൻ പറയും, പക്ഷേ അമ്മയും മറന്നുപോകും ചില കാര്യങ്ങൾ പറയുമ്പോൾ. ഞാൻ പറയും, അമ്മ ഇത് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം വെക്കുമെന്ന് പറഞ്ഞാൽ അമ്മ യൂസ് ചെയ്യുന്ന സൈഡിലൊരു ഇതുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രവാസികൾ ചെയ്യേണ്ടത്, വലിയ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് കേട്ടോ. ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ടോ നിങ്ങൾ,
പക്ഷേ നിങ്ങൾ റിട്ടയർ ചെയ്ത് ചെല്ലുമ്പോൾ എനിക്ക് താമസിക്കാൻ വേണ്ടിയെന്നും പറഞ്ഞ് ഒരു വലിയ വീട് അങ്ങോട്ട് പണിത് അതിൻ്റെ EMI കെട്ടി അങ്ങനെ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടാൻ പാടില്ല. ആവശ്യത്തിന് മാത്രമുള്ളത് മതി. അത് ചെല്ലാറാവുമ്പോഴേക്കും ചിലപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ നാട്ടിൽ വീട്ടുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. പക്ഷെ വളരെ മിനിമത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 25 ലക്ഷത്തിൻ്റെ വീടാണ് ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾ ഒരു 15 ലക്ഷം മാത്രം ചിലവാക്കി പണിയാൻ നോക്കൂ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ, വീട്ടിലേക്ക് ഇടുന്നത് കല്ലും മണ്ണിലേക്ക് ഇട്ടാൽ അത് അവിടെ എങ്ങനെയാവും. പിന്നെ പണി തീരാത്ത വീടുകൾ കിടക്കുന്ന കണ്ടില്ലേ. ഇപ്പോൾ ഒരുപാട് പണി തീർന്ന വലിയ വലിയ വീടുകൾ ചീപ്പായിട്ട് വിൽക്കാനിട്ടിരിക്കുന്നു. സോ ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് മന്ത്ലി, അതായത് സിറ്റിയിലായിരിക്കുമല്ലോ, ഒരു എന്താ പറയണ റെൻറ്റ് കിട്ടുന്നത് പോലെയുള്ളതാണെങ്കിൽ ഓക്കെ. അല്ലാതെ വലിയ ഭണ്ഡാകാരം വീട് പണിത് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ കാറും വാങ്ങിച്ചിട്ട് നിങ്ങളിവിടെ മണലാരണ്യത്തിൽ കിടന്ന് EMI കെട്ടരുത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള പ്രവാസികളോട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലേ, ഇതൊക്കെ ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പണം ഉണ്ടാക്കാനുള്ള കാര്യം പറ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉണ്ട് റിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. RIETS എന്നാണ് തോന്നുന്നു, ചിലപ്പോൾ തെറ്റിപ്പോകും ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയാത്തത്. അതെന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അത്, ഫ്രാക്ഷൻസിൽ, കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ വെക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അവരാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള, ഞാൻ പോയിൻറ്റേഴ്സേ പറയത്തുള്ളൂ. എന്നോട് ഇതിൻ്റെ ഇടയിൽ വന്ന് കണക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കണക്കിൻ്റെ ആളല്ല കേട്ടോ. കണക്കുകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല. പ്രാക്ടിക്കൽ തിങ്സ് മാത്രമാണ് ഞാൻ പറയുക. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ വെക്കണം. ആ അഡ്വൈസർ നിങ്ങളെ ചീറ്റ് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധിയും നിങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ മൂലം വാങ്ങിക്കുന്നത് നല്ലതാണ്. പിന്നെ നല്ല ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഹസ്ബൻഡ്സ് ഉള്ളവർക്ക് അവർക്ക് നല്ല നല്ല ആപ്സ് ഉണ്ട്, ഈ ഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എക്കണോമിക് ടൈംസിൻ്റെ ആണെന്ന് തോന്നുന്നത്, ETയുടെ ആണ്. അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതിൽ പോയി നോക്കുക, മന്ത്ലി SIP അതിൽ നിന്ന് പോയിക്കോളും. അതൊക്കെ സൂക്ഷിച്ച് ഏതാണ് എടുക്കേണ്ടതെന്ന്, മ്യൂച്വൽ ഫണ്ട്സ് ഏതാണ് എടുക്കേണ്ടതെന്ന് നിങ്ങളൊരു ഫിനാൻഷ്യൽ വിദഗ്ധനെ കണ്ട് അഭിപ്രായം ചോദിക്കുക. പിന്നെ വീട്ടിൽ ചിലപ്പോൾ നാട്ടിൽ ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ളവരുണ്ടാവും, ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരുണ്ടാവും. ഹസ്ബൻഡ്സ് ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള PF ഇല്ലേ, അതിനകത്തേക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒന്ന് കൂട്ടിക്കോളൂ, വർദ്ധിപ്പിക്കൂ. കോർപ്പറേറ്റ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ 10,000 നിങ്ങൾ അതിനകത്ത് ഇടുന്നതെങ്കിൽ ഞങ്ങളുടെ കമ്പനിയും അതുപോലെ 10 ഇടും. അപ്പോൾ 20 ഇടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ റിട്ടയർ ചെയ്ത് വരുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഭർത്താവ് അയക്കുന്ന പണത്തിൽ ജീവിക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഈ എമൗണ്ട് PFലേക്കൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ അറിവുകളേ എനിക്കുള്ളൂ, എൻ്റെ വലിയ വലിയ അറിവുകളൊന്നുമല്ല. പക്ഷെ എന്നെ കേൾക്കുന്ന കുറച്ച് പേർക്ക് അതൊരു ഉപകാരമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ പറയണേ. ആരോ ഒരാൾ ഇതിനകത്ത് ചോദിച്ചിരുന്നു, പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയുമോ ചേച്ചിന്ന്. അപ്പോൾ ഇതൊക്കെ മൈന്യൂട്ട് തിങ്സ് ആണ്, പക്ഷേ ഈ കറക്ഷൻസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഖനം വർദ്ധിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, പിന്നീട് വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി, അല്ലാത്തവരൊന്ന് ചെയ്യണേ.